10 വർഷക്കാലം വി.ടി. ബൽറാം ഇവിടെ ജനപ്രതിനിധിയാവുകയും ചെയ്തു. ആ വർഷത്തിലില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ 10 വർഷത്തെ കവിച്ച് വെച്ച് 5 വർഷം കൊണ്ട് താൻ വികസന നേട്ടങ്ങൾ ഉണ്ടാക്കി. നഴ്സിംഗ് കോളേജായാലും IT ആയാലും വേണ്ട ഗവൺമെൻറ് കോളേജിൻ്റെ ബിൽഡിങ്ങുകളായാലും ശരി, അതേപോലെ പരുതൂരിലെ പുതിയ ഒരു വികസന സ്വപ്നത്തിലെ പ്രതീക്ഷയായ മേൽപ്പാലം ഡോക്ടർ സുശീലപ്പടി മേൽപ്പാലം, കാങ്കപ്പുഴ പാലം, അങ്ങനെ ഇറിഗേഷൻ തൊട്ടടുത്ത് കാണുന്ന ഇറിഗേഷൻ, ആ നിരവധി വികസന പ്രവർത്തനത്തിൽ 1335 കോടി രൂപയോളം ഈ മണ്ഡലത്തിൽ ചെലവഴിച്ചിട്ടുണ്ടെന്നാണ്. കോളേജ് പണ്ട് വി.ടി. ബൽറാം ഇവിടെ MLA ആയിരിക്കുമ്പോൾ അത് വാടക കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന സ്ഥാപനം. അത് കക്കാട്ടിരിയ ഭാഗത്ത്, ഈ ഭാഗങ്ങൾ മലഭാഗത്ത് ഈ കോളേജിന് സ്ഥലം മേടിക്കുകയും ആ സ്ഥലം മേടിച്ച് അവിടുത്തെ ബിൽഡിങ് പണി തുടങ്ങി വെക്കുകയും ചെയ്തും അത് പൂർത്തീകരണം നടക്കുകയുണ്ടായില്ല. അത് LDFന്റെ ഭരണം വരികയും ഇവിടെ LDFന്റെ ജനപ്രതിനിധി MBR വരികയും MBR ആദ്യം പിന്നെ സ്പീക്കറായി, പിന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, എക്സൈസ് വകുപ്പ്, പാർലമെന്റ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായി അദ്ദേഹം ഇവിടെ നിൽക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ബിൽഡിങ് കയറുകയും നല്ലൊരു കോളേജായി മാറി. പുതിയ ഒരു അജണ്ടയിൽ വെച്ച നഴ്സിംഗ് കോളേജ്, ആ നഴ്സിംഗ് കോളേജ് ഇപ്പോൾ വാടക കെട്ടിടമായെങ്കിലും ഇപ്പോൾ അടുത്ത് തന്നെ അത് പുതിയ കെട്ടിടത്തിലേക്ക് മാറാൻ വേണ്ടി ബഡ്ജറ്റിൽ പൈസ നീക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നേരിൽ കാണാനുള്ള കാര്യങ്ങളാണ്. അതെ, അതിൽ കുറെ ഡ്രോബാക്സ് ഉണ്ടെങ്കിൽ കൂടി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അല്ല, ഡ്രോബാക്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയണ്ടേ? എന്താണ് കഴിഞ്ഞ 5 വർഷത്തിന്റെ ഉള്ളില് ഈ MLA, മന്ത്രി, സ്പീക്കർ എന്ന നിലയിൽ MP രാജേഷ് ചെയ്യാത്തത് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അതിന്റെ ഉത്തരം ഞാൻ പറയാം.